ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ 3ാമത്തെ യൂണിറ്റായ കാറ്റേ കടലേ എന്ന് പറയുന്ന യൂണിറ്റിലെ അതിരും കതിരും എന്ന് പറയുന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാഠഭാഗം നന്നായി വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളുടെയും ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളിലെയും വീഡിയോസ് നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർക്ക് ഏതെങ്കിലും വിഷയത്തിലെ ഏതെങ്കിലും പാഠഭാഗങ്ങളിൽ വല്ല സംശയങ്ങളോ പാഠഭാഗം മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ ആ പാഠഭാഗത്തിൽ ഏതെങ്കിലും ചോദ്യങ്ങളോ ഉത്തരങ്ങളോ കിട്ടാത്തതോ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട്. ക്ലാസ് 4 ന്യൂ ടെക്സ്റ്റ് ബുക്സ് 2025-26 എന്നാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. മാത്രമല്ല നിങ്ങൾക്ക് മലയാളത്തിനും ഇംഗ്ലീഷിനും അതുപോലെ നിങ്ങളുടെ EVSനും എല്ലാം വേറെ വേറെ പ്ലേലിസ്റ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്നും എല്ലാ കൂട്ടുകാരും പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിരും കതിരും. മനുഷ്യർക്ക് മാത്രം ജീവിച്ചാൽ പോരാ, നമുക്ക് ജീവിക്കണമെങ്കിൽ മറ്റെല്ലാ ജീവികളും വസ്തുക്കളും നിലനിൽക്കണം. ഇതിനെപ്പറ്റി ആലുമൂട് ചന്തയിൽ നടക്കുന്ന പ്രസംഗത്തിൽ എന്താണ് പറയുന്നത്? അപ്പോൾ താഴെ നമുക്ക് ആലുമൂട് ചന്തയിൽ നടക്കുന്ന പ്രസംഗം കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ എന്തിനെ പറ്റിയാണ് അതിൽ പറയുന്നത്? മനുഷ്യർക്ക് മാത്രം ജീവിച്ചാൽ പോരാ അല്ലേ, ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ മറ്റെല്ലാ ജീവികളും വസ്തുക്കളും നിലനിൽക്കണം അല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ആലുമൂട് ചന്തയിൽ നടക്കുന്ന പ്രസംഗത്തിൽ പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലേ. കാന്താരിക്കുട്ടിയും കൂട്ടുകാരും. ആലുമൂട് 1/6/2025. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളൊരു കത്താണ്. അപ്പോൾ കത്തിൽ നമ്മൾ ഡേറ്റും സ്ഥലവും എഴുതണം അല്ലേ. അപ്പോൾ ആലുമൂട് 1/6/2025 എന്ന് നമുക്ക് തീയതിയും അതുപോലെ സ്ഥലവും തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട കാന്താരിക്കുട്ടിക്ക്, നിനക്കും കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതട്ടെ. ഒരു സന്തോഷ വർത്തമാനം നിന്നെ അറിയിക്കാനാണ് ഈ കത്ത് അയക്കുന്നത്. ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ ആലുമൂട് പച്ചക്കറി ചന്തയിൽ വെച്ച് അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം നടക്കും. വെളുപ്പിന് 5:30 മണിക്കാണ് സമ്മേളനം. നേരം വെളുത്താൽ മനുഷ്യരൊക്കെ ചന്തയിലെത്തും. മുഴുവൻ പച്ചക്കറികളും വാങ്ങിക്കൊണ്ടു പോകും. അതുകൊണ്ടാണ് യോഗം വെളുപ്പിന് നടത്തുന്നത്. യോഗത്തിൽ നമ്മുടെ പച്ചക്കുപ്പായക്കാരൻ തണ്ണിമത്തൻ അധ്യക്ഷത വഹിക്കും. നിന്നോളം എരിവും വീര്യവും മറ്റാർക്കാണുള്ളത്? അതുകൊണ്ട് ശരിക്കും ഒരു തീപ്പൊരി പ്രസംഗം തന്നെ നീ നടത്തണം. പച്ചക്കറികളുടെ ഉറക്കം മാറ്റി അവരെ ഒന്ന് ഉണർത്താൻ നിനക്കേ കഴിയൂ. എല്ലാവർക്കും കാണാൻ വേണ്ടി വേണമെങ്കിൽ മേശപ്പുറത്തു കയറി നിന്നു പ്രസംഗിച്ചോളൂ. ഞാൻ നിന്നെ കാത്തിരിക്കും. വരാതിരിക്കരുത്. സ്നേഹാദരങ്ങളോടെ സ്വന്തം മത്തങ്ങ, സെക്രട്ടറി, അഖില ലോക പഴം പച്ചക്കറി സഭ. അപ്പോൾ ഇതൊരു കത്താണല്ലേ. ആർക്ക് അയച്ച കത്താണ് കൂട്ടുകാരെ ഇത്? മത്തങ്ങ, അതായത് അഖില ലോക പഴം പച്ചക്കറി സഭയുടെ സെക്രട്ടറി ആയിട്ടുള്ള മത്തങ്ങ തൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള കാന്താരിക്കുട്ടിക്ക് അയച്ച ഒരു കത്താണല്ലേ. എന്താണ് ഈ ഒരു കത്തിൽ പറയുന്നത്? ഒരു സന്തോഷ വർത്തമാനം പറയാൻ വേണ്ടിയിട്ടാണല്ലേ മത്തങ്ങ നമ്മുടെ കാന്താരിക്കുട്ടിക്ക് അയച്ചിട്ടുള്ള ഈ ഒരു കത്ത്. അപ്പോൾ ഈ വരുന്ന ശനിയാഴ്ച ആലുമൂട് പച്ചക്കറി ചന്തയിൽ വെച്ചാണ് അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം നടത്തുന്നത് അല്ലേ. അപ്പോൾ വെളുപ്പിനാണ് 5:30 മണിക്കാണ് സമ്മേളനം നടത്തുന്നത്. അത് എന്തുകൊണ്ടാണ് ആ ഒരു നേരത്ത് നടത്തുന്നത്? മനുഷ്യരൊക്കെ ചന്തയിലെത്തും അല്ലേ. നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ പച്ചക്കറികളും വാങ്ങിക്കൊണ്ട് പോകും അല്ലേ. അതുകൊണ്ടാണ് യോഗം വെളുപ്പിന് നടത്തുന്നത്. അപ്പോൾ യോഗത്തിൽ പച്ചക്കുപ്പായക്കാരൻ തണ്ണിമത്തനാണല്ലേ അധ്യക്ഷത വഹിക്കുന്നത്. അപ്പോൾ എന്ത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കാന്താരിക്കുട്ടിക്ക് അയച്ചിട്ടുള്ളത്? നിന്നോളം എരിവും വീര്യവും മറ്റാർക്കാണുള്ളത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു തീപ്പൊരി പ്രസംഗം തന്നെ നീ നടത്തണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു തീപ്പൊരി പ്രസംഗം നടത്താൻ വേണ്ടിയിട്ടാണ് കാന്താരിക്കുട്ടിക്ക് മത്തങ്ങ ഈ ഒരു കത്ത് അയച്ചിട്ടുള്ളത്. പച്ചക്കറികളുടെ ഉറക്കമൊക്കെ മാറ്റി അവരെ ഒന്ന് ഉണർത്താൻ നിനക്കേ കഴിയൂ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും കാണാൻ വേണ്ടി വേണമെങ്കിൽ മേശപ്പുറത്ത് കയറ്റി നിർത്താമെന്ന് പറയുന്നുണ്ട് അല്ലേ. എന്നിട്ട് അവിടെ നിന്ന് പ്രസംഗിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. കാരണം കാന്താരിക്കുട്ടി ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മത്തങ്ങ പറയുന്നത്. അപ്പോൾ പിന്നെ പറയുന്നുണ്ട് ഞാൻ നിന്നെ കാത്തിരിക്കും, വരാതിരിക്കരുത് എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഇതാണ് അഖില ലോക പഴം പച്ചക്കറി സഭയുടെ സെക്രട്ടറി ആയിട്ടുള്ള മത്തങ്ങ കാന്താരിക്കുട്ടിക്ക് അയച്ചിട്ടുള്ള കത്ത്. അപ്പോൾ നമുക്ക് 2 ചോദ്യോത്തരങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? കത്തിലെ വിവരങ്ങൾ കാന്താരി മുളക് മറ്റു പച്ചക്കറികളോട് പറയുകയാണ്. അവൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും? അപ്പോൾ മറ്റു പച്ചക്കറികളോട് എന്തെല്ലാം ആയിരിക്കും കാന്താരി മുളക് കത്തിലെ വിവരങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം അല്ലേ. ഉത്തരം, ആലുമൂട് പച്ചക്കറി ചന്തയിൽ വെച്ച് ഒരു അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം നടക്കാൻ പോകുന്നു. സമ്മേളനം അടുത്ത ശനിയാഴ്ച വെളുപ്പിന് 5:30 മണിക്ക് തുടങ്ങും. പച്ചക്കുപ്പായക്കാരനായ തണ്ണിമത്തനാണ് സമ്മേളനത്തിന്
അധ്യക്ഷത വഹിക്കുന്നത്. സമ്മേളനത്തിൽ ഒരു തീപ്പൊരി പ്രസംഗം നടത്താൻ തനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ആയിരിക്കും കാന്താരി മുളക് മറ്റു പച്ചക്കറികളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. രണ്ടാമത്തെ ചോദ്യം, കാന്താരിക്കുള്ള കത്തു പരിശോധിച്ച് കത്തിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടെന്ന് കണ്ടെത്തൂ. അപ്പൊ കാന്താരിക്കുള്ള കത്ത് പരിശോധിച്ചിട്ട് കത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത് എന്ന് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ. ഉത്തരം, രണ്ടു മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് കത്തിൽ പച്ചക്കറികളും പറയുന്നത്. പ്രിയപ്പെട്ട, സ്നേഹോദരങ്ങളോടെ തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ മത്തങ്ങയും കാന്താരിയും തമ്മിലുള്ള അടുപ്പവും നമുക്ക് മനസ്സിലാവുന്നു. വളരെ ലളിതമായ രീതിയിലാണ് കത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. സമ്മേളനത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും കത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രസംഗം ഉഷാറാക്കാനായി കാന്താരിയെ മത്തൻ പുകഴ്ത്തി പറയുന്നത് വായനക്കാർക്കും പ്രചോദനം നൽകുന്ന ഒന്നായി മാറുന്നു. അപ്പോൾ ഇത്രയൊക്കെ പ്രത്യേകതകളാണ് ആ ഒരു കത്തിൽ ഉണ്ടായിരുന്നത്. അടുത്തത് എന്താണ് കൂട്ടുകാരെ, അഖില ലോക പഴം പച്ചക്കറി മഹാസമ്മേളനമാണല്ലേ അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരുപാട് പച്ചക്കറികളും പഴങ്ങളും അടങ്ങുന്ന ഒരു സമ്മേളനമാണല്ലേ അത്. അവിടെ കാന്താരി നിന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ അധ്യക്ഷത വഹിക്കുന്ന പച്ചക്കുപ്പായക്കാരൻ തണ്ണിമത്തൻ അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മത്തങ്ങയും സഭയിൽ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ സഭയിൽ ആരാണ് സംസാരിക്കുന്നത്? നമ്മുടെ കാന്താരിയാണല്ലേ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. അഖില ലോക പഴം പച്ചക്കറി സഭ ചേരുകയാണ്. നമുക്കും ആലുമൂട് ചന്തയിൽ പോയി കാന്താരിക്കുട്ടിയുടെ പ്രസംഗം കേൾക്കാം. ബഹുമാന്യനായ അധ്യക്ഷൻ തണ്ണിമത്തൻ ചേട്ടൻ, വിവിധ ഇടങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള മിടുമിടുക്കരായ പച്ചക്കറികളെ, ഉഷിരുള്ള പഴങ്ങളെ, നമസ്കാരം. അങ്ങനെ കാന്താരിക്കുട്ടി പ്രസംഗം തുടങ്ങിയല്ലേ. അപ്പൊ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്, എല്ലാവരോടും നമസ്കാരം പറയുന്നുണ്ട് അല്ലേ. ആദ്യം തന്നെ ഒന്നാം അഖില ലോക പഴം പച്ചക്കറി മഹാസമ്മേളനം ഈ ആലുമൂട് ചന്തയിൽ തന്നെ ചേരാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിവാദനം ചെയ്യുന്നു. ഭൂമിയിൽ ജീവൻ ഉണ്ടായി വന്ന ഏതോ ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ രൂപത്തിലുള്ള സസ്യങ്ങൾ ഇവിടെ രൂപം കൊണ്ടത്. ആ സസ്യങ്ങളാകുന്നു പഴങ്ങളുടെയും പച്ചക്കറികളുടെയും അമ്മമാർ. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. സൂപ്പർ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച മനുഷ്യന് പോലും സ്വയം ആഹാരം നിർമ്മിക്കാൻ അറിയില്ല. അത് അറിയുന്നത് നമുക്ക് ജന്മം തന്ന നമ്മുടെ അമ്മമാരായ സസ്യങ്ങൾക്ക് മാത്രം. പ്രിയപ്പെട്ട പഴങ്ങളെ, പച്ചക്കറികളെ, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? മനുഷ്യനും മറ്റു ജന്തുക്കൾക്കും ഭക്ഷണമാവുക എന്നതു തന്നെ. അപ്പൊ കാന്താരി എല്ലാവരെയും അഭിവാദനം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഭൂമിയിൽ ജീവൻ ഉണ്ടായി വന്ന ഏതോ ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ രൂപത്തിലുള്ള സസ്യങ്ങളൊക്കെ ഇവിടെ രൂപം കൊണ്ടത് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ആ സസ്യങ്ങളാണ് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും എല്ലാം അമ്മമാർ എന്ന് പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച മനുഷ്യന് പോലും എന്താണ് സ്വയം ആഹാരം നിർമ്മിക്കാൻ അറിയില്ല അല്ലേ. പക്ഷെ അത് അറിയുന്നത് അവർക്ക് ജന്മം നൽകിയ അവരുടെ അമ്മമാരായ സസ്യങ്ങൾക്ക് മാത്രമാണല്ലേ. അപ്പൊ എന്താണ് പഴങ്ങളെ പച്ചക്കറികളെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് കാന്താരിക്കുട്ടി ചോദിക്കുന്നുണ്ടല്ലേ. അപ്പൊ എന്താണ് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? മനുഷ്യനും മറ്റും ജന്തുക്കൾക്കും ഭക്ഷണമാവുക എന്നത് തന്നെയാണല്ലേ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൽ ആരും ദുഃഖിക്കേണ്ട. ഇവിടെ ഈ ചന്തയിൽ കാത്തിരിക്കുന്ന നൂറുകണക്കിന് പഴങ്ങളും പച്ചക്കറികളും ഇന്നോ നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും മനുഷ്യന് ആഹാരമാകാൻ പോവുകയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയുടെ തീറ്റയാകാൻ പോവുകയാണ്. തണ്ണിമത്തൻ ചേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്. മറ്റുള്ളവർക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ചു കാത്തിരിക്കുന്നിടത്തോളം വലിയ ത്യാഗം മറ്റെന്താണ്? എൻ്റെ പ്രിയപ്പെട്ട തോഴരായ പഴങ്ങളെ പച്ചക്കറികളെ, നിങ്ങൾ അഭിമാനം കൊണ്ട് വീർപ്പുമുട്ടുവിൻ, ആനന്ദിക്കുവിൻ. ഭൂമിയുടെ മുന്നോട്ടുള്ള പോക്കിന് മഹത്തായ സംഭാവന ചെയ്ത് ജീവൻ ത്യജിക്കുന്നവരായ നിങ്ങൾ ഓരോരുത്തരും പ്രകൃതി അമ്മയുടെ പ്രിയപ്പെട്ട സന്താനങ്ങളാണ്. അപ്പൊ ഭയങ്കര കട്ടിയുള്ള വാക്കുകളാണല്ലേ നമ്മുടെ കാന്താരിക്കുട്ടി പറയുന്നത്. അപ്പൊ ആരും ദുഃഖിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഇവിടെ ഈ ചന്തയിൽ കാത്തിരിക്കുന്ന നൂറുകണക്കിന് പച്ചക്കറികളും പഴങ്ങളും എല്ലാം എന്താണ് ഇന്നോ നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും മനുഷ്യന് ആഹാരമാകാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയുടെ തീറ്റയാവാനും പോവുകയാണല്ലേ. തണ്ണിമത്തൻ ചേട്ടൻ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് അവിടെ ഒരു കട്ടി വാക്ക് പറയുന്നത് നമ്മുടെ കാന്താരിക്കുട്ടി? മറ്റുള്ളവർക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ചു കാത്തിരിക്കുന്നിടത്തോളം വലിയ ത്യാഗം മറ്റെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട തോഴരായ പഴങ്ങളെ പച്ചക്കറികളെ, നിങ്ങൾ അഭിമാനം കൊണ്ട് വീർപ്പുമുട്ടുവിൻ, ആനന്ദിക്കുവിൻ എന്ന് പറയുന്നുണ്ടല്ലേ. കാരണം എന്താണ്? അവരത്രയും അഭിമാനം കൊണ്ട് വീർപ്പുമുട്ടാവാൻ കാരണം എന്താണ്? അത് തന്നെയാണ് മറ്റുള്ളവർക്കായിട്ട് അവരുടെ ജീവിതം തന്നെ അവർ ഒഴിഞ്ഞു വെച്ച് കാത്തിരിക്കുകയാണ്. അതിനും വലിയ ത്യാഗം മറ്റെന്താണല്ലേ. അത് തന്നെയാണ് അവർ
അഭിമാനം കൊണ്ട് വീർപ്പുമുട്ടുവാനും ആനന്ദിക്കുവാനുമുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഭൂമിയുടെ മുന്നോട്ടുള്ള പോക്കിന് മഹത്തായ സംഭാവന ചെയ്ത് ജീവൻ ത്യജിക്കുന്നവരായ അവർ ഓരോരുത്തരും പ്രകൃതി അമ്മയുടെ പ്രിയപ്പെട്ട സന്താനങ്ങളാണ് എന്നുള്ള വാക്കും കൂടെ നമ്മുടെ കാന്താരിക്കുട്ടി പറയുന്നുണ്ട്. കാന്താരിക്കുട്ടിയുടെ പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഞാൻ എരുവിൻ്റെ ആശാട്ടിയാണെന്നും കേമിയാണെന്നുമൊക്കെ ഇവിടെ മത്തങ്ങ ചേട്ടനും തണ്ണിമത്തൻ ചേട്ടനും പറഞ്ഞു. സംഗതി സത്യമായതിനാൽ ഞാനും അംഗീകരിക്കുന്നു. ആളൊരു കാന്താരിയാണ് എന്നൊരു ശൈലി തന്നെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സത്യം ഈ മേശപ്പുറത്ത് നിന്ന് അത്യുച്ചത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ മാത്രമല്ല കേമി അഥവാ കേമൻ. ലോകത്തുള്ള എല്ലാ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും സവിശേഷതകളുണ്ട്, ഗുണങ്ങളുണ്ട്. ആപ്പിളിനും മുന്തിരിക്കും മാത്രമല്ല പോഷക ഗുണങ്ങളുള്ളത്. പപ്പായ പഴത്തിനും കമ്പിളി നാരങ്ങയ്ക്കുമുണ്ട്. ഈ ചന്തയിൽ വരാൻ പോലും പേടിച്ച് നമ്മുടെ ഗ്രാമങ്ങളിലെ പറമ്പുകളിൽ താനെ വളരുന്ന താളിനും തകരക്കുമുണ്ട് പോഷക ഗുണം. അപ്പോൾ എന്താണ് എരിവിൻ്റെ ആശാട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ കേമി എന്നുമൊക്കെ പറയുന്നതാണല്ലേ നമ്മുടെ കാന്താരിക്കുട്ടിയെ. സംഗതി സത്യമായതിനാൽ കാന്താരിക്കുട്ടിയും അത് അംഗീകരിക്കുന്നുണ്ട്. ആളൊരു കാന്താരിയാണ് എന്നൊരു ശൈലി തന്നെ മലയാളത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. പക്ഷേ ഒരു സത്യം ഈ മേശപ്പുറത്ത് നിന്ന് അത്യുച്ചത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് നമ്മുടെ കാന്താരിക്കുട്ടി പറയുന്നുണ്ട്. ഞാൻ മാത്രമല്ല കേമി അഥവാ കേമൻ എന്ന് പറഞ്ഞു അല്ലേ. ആരൊക്കെയാണ് കേമൻ? എല്ലാ പഴങ്ങൾക്കും പച്ചക്കറികളും അതിൻ്റേതായിട്ടുള്ള സവിശേഷതകളുണ്ട്, ഗുണങ്ങളുണ്ട് അല്ലേ. ആപ്പിളിനും മുന്തിരിക്കും മാത്രമാണോ പോഷക ഗുണമുള്ളത്? അല്ല അല്ലേ. പപ്പായ പഴത്തിനും കമ്പിളി നാരങ്ങയ്ക്കും എല്ലാം പോഷക ഗുണങ്ങൾ ഉണ്ടല്ലേ. അതുപോലെ തന്നെ ആ ഒരു ചന്തയിൽ വരാൻ പോലും പേടിച്ച് നമ്മുടെ എല്ലാം ഗ്രാമങ്ങളിലെ പറമ്പുകളിലെല്ലാം തന്നെ വളരുന്ന താളിനും തകരയ്ക്കും എല്ലാം പോഷക ഗുണങ്ങളുണ്ടല്ലേ. അപ്പോൾ ഒരാൾക്ക് മാത്രമല്ല പോഷക ഗുണം, എല്ലാ പച്ചക്കറികൾക്കും അതിൻ്റെതായ സവിശേഷതകളും ഗുണങ്ങളും ഉള്ളതാണല്ലേ. നിങ്ങൾ അഭിമാനത്തോടെ സ്വന്തം ഗുണങ്ങളെ പറ്റിയുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ ഈ ചന്തയിൽ നിന്നു യാത്രയാകുവിൻ. പ്രിയപ്പെട്ടവരെ, നേരം വല്ലാതെ വെളുത്തു. ചന്തയിൽ അനേകം മനുഷ്യർ നമ്മെ വാങ്ങാനായി എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഈ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എന്താണ് അവരുടെ അഭിമാനത്തോടെ സ്വന്തം ഗുണങ്ങളെ പറ്റിയുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ ഈ ചന്തയിൽ നിന്ന് യാത്രയാകുവിൻ എന്നെല്ലാവരെയും ആശംസിച്ചുകൊണ്ട് നമ്മുടെ കാന്താരിക്കുട്ടി അവളുടെ പ്രസംഗം നിർത്തിയല്ലേ. എന്നിട്ട് നന്ദി നമസ്കാരം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ കാന്താരിക്കുട്ടിയും കൂട്ടുകാരും എസ് ശിവദാസ് എഴുതിയ ഒരു പ്രസംഗമാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം. അപ്പോൾ ഇനി നമുക്കിതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം അല്ലേ. ആദ്യത്തെ ചോദ്യം എന്താണ്? കാന്താരിയുടെ പ്രസംഗം ഉച്ചത്തിൽ വായിക്കൂ. ഒരു കഥയോ ലേഖനമോ വായിക്കുന്ന രീതിയും പ്രസംഗം വായിക്കുന്ന രീതിയും തമ്മിൽ എന്തു വ്യത്യാസമാണുള്ളത്? അപ്പോൾ കാന്താരിക്കുട്ടിയുടെ പ്രസംഗം ഉച്ചത്തിൽ വായിക്കാൻ പറയുന്നുണ്ട്. ഒരു കഥയും ലേഖനവും വായിക്കുന്നത് പോലെയാണോ നമ്മൾ പ്രസംഗം വായിക്കുന്നത്? അല്ല അല്ലേ. അതിൻ്റെ നല്ല വ്യത്യാസം ഉണ്ട് രണ്ടിനും. അപ്പോൾ എന്ത് വ്യത്യാസമാണ് അത് തമ്മിലുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഉത്തരം: പ്രസംഗം കേൾക്കുന്നവരെ ആകർഷിപ്പിക്കാനും അവരുടെ ശ്രദ്ധ നിലനിർത്താനും വേണ്ടി ഉച്ചത്തിലും വ്യക്തമായ ശബ്ദത്തിലും വികാരങ്ങളോടെയും ഭാവങ്ങളോടെയുമാണ് വായിക്കാറുള്ളത്. എന്നാൽ കഥയോ ലേഖനമോ സാധാരണയായി ശാന്തമായ ശബ്ദത്തിൽ ലളിതമായ രീതിയിൽ കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടാണ് വായിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രസംഗവും അതുപോലെ കഥയും ലേഖനവും ഒക്കെ വായിക്കുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ. രണ്ടാമത്തെ ചോദ്യം: അന്യജീവനുതകി സ്വജീവിതം ധന്യമാകുമല്ലേ വിവേകികൾ. കുമാരനാശാന്റെ നളിനി എന്ന കൃതിയിലെ വരികളാണിത്. ഈ ആശയം ഉൾക്കൊള്ളുന്ന ഭാഗം കാന്താരിയുടെ പ്രസംഗത്തിലുണ്ട്, കണ്ടെത്തൂ. അപ്പോൾ കാന്താരിയുടെ പ്രസംഗത്തിൽ ഈ ആശയം ഉൾക്കൊള്ളുന്ന ഭാഗമുണ്ടെന്നാണ് പറയുന്നത്. അത് കണ്ടെത്താൻ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് സ്ഥലത്ത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ആദ്യത്തേത്: മറ്റുള്ളവർക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച് കാത്തിരിക്കുന്നിടത്തോളം വലിയ ത്യാഗം മറ്റെന്താണ് എന്ന് പറയുന്നിടത്തും. രണ്ടാമത്തേത്: ഭൂമിയുടെ മുന്നോട്ടുള്ള പോക്കിന് മഹത്തായ സംഭാവന ചെയ്ത് ജീവൻ ത്യജിക്കുന്നവരായ നിങ്ങൾ ഓരോരുത്തരും പ്രകൃതി അമ്മയുടെ പ്രിയപ്പെട്ട സന്താനങ്ങളാണ് എന്ന് പറയുന്ന ഈ രണ്ട് സ്ഥലത്തുമാണ് കുമാരനാശാന്റെ നളിനി എന്ന കൃതിയിലെ ഈ വരികളോട് ആശയം കൊള്ളുന്ന നമ്മുടെ കാന്താരിയുടെ പ്രസംഗത്തിലുള്ള ഈ രണ്ട് ഭാഗങ്ങൾ. മൂന്നാമത്തെ ചോദ്യം: ആളൊരു കാന്താരിയാണ്. ഈ ശൈലി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം: കാഴ്ചയിൽ ചെറുതാണെങ്കിലും വളരെ ശക്തമായ സ്വഭാവമുള്ള ധൈര്യശാലിയായ കാര്യങ്ങൾ തുറന്നു പറയുന്ന വ്യക്തിയെ സൂചിപ്പിക്കാനാണ് ഈ ശൈലികൾ ഉപയോഗിക്കുന്നത്. അടുത്ത ലാസ്റ്റത്തെ ചോദ്യം എന്താണ്? കാന്താരിക്കുട്ടി പറയുന്നത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും കാര്യം മാത്രമാണോ? ചർച്ച ചെയ്ത് എഴുതൂ. കാന്താരിക്കുട്ടിയുടെ പ്രസംഗത്തിൽ പഴങ്ങളെയും പച്ചക്കറികളെയും മാത്രമാണോ പറയുന്നത്? അപ്പോൾ എന്താണ് ഉത്തരം? അല്ല അല്ലേ.
കാന്താരിക്കുട്ടി ആരോഗ്യകരമായ ജീവിതശൈലിയെക്കുറിച്ചും ഭക്ഷണക്രമത്തെക്കുറിച്ചും പറയുന്നു. ഇതിനു പുറമെ മറ്റുള്ളവരെ സഹായിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത, നല്ല സൗഹൃദങ്ങൾ വളർത്തേണ്ടതിൻ്റെ പ്രാധാന്യം തുടങ്ങിയ സാമൂഹികവും പാരിസ്ഥിതികവുമായ വിഷയങ്ങളെക്കുറിച്ചും കാന്താരിക്കുട്ടി സംസാരിക്കുന്നുണ്ട്. മനുഷ്യനും പ്രകൃതിയും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്ന ഒരു സന്ദേശവും കാന്താരിക്കുട്ടിയുടെ പ്രസംഗത്തിലൂടെ നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കാന്താരിക്കുട്ടി തൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിരും കതിരും എന്ന് പറയുന്ന ആ ഒരു കത്തും അതുപോലെ തന്നെ കാന്താരിക്കുട്ടിയുടെ ഈ ഒരു പ്രസംഗവും എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിലെ രണ്ടിലെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത പാഠഭാഗവുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.